സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു ചെറിയ വേദഭാഗം വായിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 1, 46, 47, 48 തിരുവചനങ്ങൾ. അപ്പോൾ മറിയ പറഞ്ഞത്, എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 48 വരെയുള്ള തിരുവചനങ്ങൾ യേശുവിൻ്റെ അമ്മയായ മറിയയുടെ പ്രസ്താവനയാണ് നാം കാണുന്നത്. മറിയ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തെ ആരാധിക്കുകയാണ്. കാരണം മറിയ ദൈവപുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ സംഭവിച്ച കാര്യമാണിത്. സ്വർഗത്തിലെ ദൈവം അവിടുത്തെ മാലാഖയെ മറിയയുടെ അടുക്കൽ അയച്ചു പറയുന്നു, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനാകും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. ഇങ്ങനെ ദൈവം തൻ്റെ ദൂതനെ അയച്ച് വിദൂര ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന ലോകരക്ഷകനെക്കുറിച്ചുള്ള വാഗ്ദാനം നൽകിയപ്പോൾ അവൾ ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. തുടർന്ന് മറിയ പ്രസ്താവിക്കുന്ന സ്തുതിവചനങ്ങളാണ് വേദഭാഗത്ത് നാം കാണുന്നത്. പ്രത്യേകിച്ച് നാം വായിച്ചു കേട്ട വേദഭാഗത്ത് മറിയ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കാരണമായി പറയുന്നത്, ദൈവം എൻ്റെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ എന്ന. നമ്മുടെ താഴ്ചകൾ, അതിൽ ഒരു ദൈവ കടാക്ഷം വരുമ്പോഴാണ് ഒരു ഉയർച്ച വരുന്നത്. വീണ്ടും പറയട്ടെ, നമ്മുടെ താഴ്ചയിൽ ഒരു ദൈവപ്രവൃത്തി, അതിനെ ഇവിടെ ദൈവത്തിൻ്റെ കടാക്ഷമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വെളിപ്പെടുമ്പോഴാണ് ഒരു ഉയർച്ച വരുന്നത്. ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എല്ലാ മേഖലകളിലും ഉയർച്ച ആഗ്രഹിക്കുന്നവരാണ്. താഴ്ച ആഗ്രഹിക്കുന്നവരായി ആരുമില്ല. ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് അവരവരുടെ നിലയിൽ നിന്ന് ഒരു പടി കൂടെ ഉയരണമെന്നാണ്. ഈ ഉയർച്ചയ്ക്ക് 2 തലങ്ങളുണ്ട്. ഒന്ന് ആത്മീയ ഉയർച്ച, 2 ഭൗതികമായ ഉയർച്ച. ദൈവം നമ്മെ ഉയർത്തുവാൻ മതിയായവനാണ്, വിശ്വസ്തനാണ്, ശക്തനാണ്. എന്നാൽ ആരെയാണ് ദൈവം ഉയർത്തുന്നത്? അതിനുള്ള മറുപടിയാണ് ഈ വേദഭാഗത്ത് നാം കാണുന്നത്. ദൈവം ഒരു പദ്ധതി തയ്യാറാക്കി ആ പദ്ധതി പ്രകാരം
മാനവരാശിയെ രക്ഷിക്കുവാൻ ഒരു ലോകരക്ഷകനെ ഈ ഭൂമിയിലേക്ക് അയക്കുവാനായിട്ട് തീരുമാനിക്കുകയാണ്. ആ തീരുമാനത്തിന് ഒരു പാത്രം ആവശ്യമാണ്. അതെ, ആ തീരുമാനം യാഥാർത്ഥ്യമാകുവാൻ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമെന്ന നിലയിൽ ഇവിടെ മറിയ ഉപയോഗപ്പെടുകയാണ്. മറിയ പ്രസ്താവിക്കുകയാണ്, ദൈവം എനിക്ക് നൽകിയ വാഗ്ദാനം ഞാൻ സ്വീകരിക്കുന്നു. ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു, എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഈ താഴ്ചയുടെയും സമർപ്പണത്തിൻ്റെയും ഫലമാണ് ലോകരക്ഷകനായ ക്രിസ്തുനാഥൻ. ആമേൻ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. ക്രിസ്തുവാകും പാറമേൽ നിർത്തി പുത്തൻ പാട്ടും എന്റെ നാവിൽ തന്നതാ. ക്രിസ്തുവാകും പാറമേൽ നിർത്തി പുത്തൻ പാട്ടും എന്റെ നാവിൽ തന്നതാ. ഉള്ളം പൊങ്ങുന്നേ വല്ലഭാനിൻ കൃപയോർക്കുമ്പോൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. ശോധനാവേളയിൽ ഈ ചൂളയിൻ നടുവിൽ ചാരത്തണഞ്ഞു രക്ഷിച്ച മമകാന്തനെ നിൻ സ്നേഹമോർക്കുമ്പോൾ. ചാരത്തണഞ്ഞു രക്ഷിച്ച മമകാന്തനെ നിൻ സ്നേഹമോർക്കുമ്പോൾ. നന്ദിയാലെന്നുള്ളം പൊങ്ങുന്നേ വല്ലഭാനിൻ കൃപയോർക്കുമ്പോൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. ശാന്തിയൻ ഹൃദേ നിറച്ചു സ്നേഹവാൻ. എന്നും കാത്തിടുന്നെന്നെ നിത്യം കാന്തയായി തൻ കൂടെ വാഴുവാൻ. എന്നും കാത്തിടുന്നെന്നെ നിത്യം കാന്തയായി തൻ കൂടെ വാഴുവാൻ. നന്ദിയാലെന്നുള്ളം പൊങ്ങുന്നേ വല്ലഭാനിൻ കൃപയോർക്കുമ്പോൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ
ചെയ്ത ക്രിയകൾ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് നിൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ